നമ്മളിൽ പലരും സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ നമ്മളെക്കാൾ വലിയ ഷോ ഇറക്കി നടക്കുന്ന ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടിട്ടുണ്ടാവും. എടാ എനിക്കിതറിയാം അതറിയാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ടൈപ്പ്. സാധാരണ നമ്മളാണെങ്കിൽ ഒന്നെങ്കിൽ അത് കേട്ട് സഹിക്കും, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ വിടും. പക്ഷേ 1930കളിൽ കീവിൽ ജീവിച്ചിരുന്ന ഒരു 14 വയസ്സുകാരി ഉണ്ടായിരുന്നു. പേര് ലുഡ്മില പാവ്ലിച്ചെങ്കോ. അയൽപക്കത്തെ ഒരു പയ്യൻ താനൊരു വലിയ ഷാർപ്പ് ഷൂട്ടറാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് കണ്ടപ്പോൾ ലുഡ്മിലയ്ക്ക് തോന്നിയ ഒരേ ഒരു കാര്യം ഇതായിരുന്നു: മോനെ, ഇതൊക്കെ നിസ്സാരം, നിനക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും. അവന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി മാത്രം വെടിവെപ്പ് പഠിക്കാൻ ഇറങ്ങി തിരിച്ച ആ പെൺകുട്ടി ചെന്നെത്തിയത് എവിടെയാണെന്നോ? ലോക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സ്നൈപ്പർ എന്ന പദവിയിൽ. ജർമ്മൻ സൈന്യം അവളെ പേടിച്ചിട്ട് വിളിച്ചിരുന്നത് ലേഡി ഡെത്ത് എന്നായിരുന്നു. ഒരു സാധാരണ ഹിസ്റ്ററി ടീച്ചറാകാൻ ആഗ്രഹിച്ച ലുഡ്മില എങ്ങനെയാണ് 309 കില്ലുകളുമായി ഹിറ്റ്ലറുടെ പേടി സ്വപ്നമായി മാറിയത്? തോക്കിനേക്കാൾ മൂർച്ചയുള്ള മറുപടികൾ കൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങളെ വരെ വായടുപ്പിച്ച ഈ ഉഗ്രൻ ലേഡി സ്നൈപ്പറുടെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മിക്ക സ്ത്രീകളും ഫാക്ടറികളിൽ ജോലി ചെയ്തും തങ്ങളുടെ മക്കളെ നോക്കിയും വീട്ടിൽ തങ്ങളുടെ കടമ ചെയ്യുകയായിരുന്നു. എന്നാൽ ലുഡ്മില പാവ്ലിച്ചെങ്കോ എന്നു പേരുള്ള 24 വയസ്സുകാരിയായ ഒരു ഉക്രൈനിയൻ യുവതി ഉണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട USSRനെ കീഴടക്കാൻ നാസി ജർമ്മനി അനുവദിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. സ്ഥിരീകരിക്കപ്പെട്ട 309 കില്ലുകളോടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വനിതാ സ്നൈപ്പറായി ലുഡ്മില പാവ്ലിച്ചെങ്കോ മാറി. റഷ്യൻ സാമ്രാജ്യം USSR ആയി മാറിയ ബോൾഷെവിക് വിപ്ലവത്തിന് ഒരു വർഷം മുമ്പ് 1916 ജൂലൈ 12-നാണ് ഉക്രൈനിലെ ബിലാ സ്ക്വയറിൽ ലുഡ്മില ജനിച്ചത്. കമ്മ്യൂണിസത്തോട് ആളുകൾക്ക് വലിയ ആവേശമുണ്ടായിരുന്ന ഒരു ലോകത്താണ് അവൾ വളർന്നത്. ഒപ്പം ഫെമിനിസ്റ്റ് ആശയങ്ങളുടെ ഗുണങ്ങൾ സ്ത്രീകളും ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ അമ്മ ഒരു സ്കൂൾ ടീച്ചറും അച്ഛൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ഫാക്ടറി തൊഴിലാളിയുമായിരുന്നു. ബോൾഷെവിക് വിപ്ലവകാലത്ത് റഷ്യൻ ആഭ്യന്തര യുദ്ധത്തിൽ അദ്ദേഹം റെഡ് ആർമിക്ക് വേണ്ടി പോരാടിയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ഒരു ഉയർന്ന തസ്തികയിൽ ജോലി ലഭിച്ചു. അത് കാരണം എല്ലാ വർഷവും കുടുംബത്തിന് പുതിയ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അവൾക്ക് പുതിയ സ്കൂളുകളിൽ പഠിത്തം തുടങ്ങേണ്ടി വന്നു. ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നപ്പോൾ തന്നെ അവൾ ആൺകുട്ടികളോടൊപ്പം പുറത്ത് കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് അവളൊരു ടോംബോയ് ആയാണ് എല്ലാവരും കണ്ടിരുന്നത്. അവളുടെ ജീവിതം മുഴുവനും പുറത്ത് സ്പോർട്സ് കളിച്ചാണ് ചെലവഴിച്ചത്. അവൾ നല്ല അത്ലറ്റിക് ആയിരുന്നു. ഒരു ആൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തും അവൾക്കും ചെയ്യാൻ കഴിയുമായിരുന്നു. അവൾക്ക് 14 വയസ്സുള്ളപ്പോൾ അവളുടെ കുടുംബം കീവ് നഗരത്തിലേക്ക് മാറി. അവൾ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെയുള്ള ഒരു പയ്യൻ താനൊരു വലിയ ഷാർപ്പ് ഷൂട്ടറാണെന്ന് പറഞ്ഞ് എപ്പോഴും അഹങ്കരിക്കുമായിരുന്നു. അവന്റെ അഹങ്കാരം കണ്ട് ലുഡ്മിലയ്ക്ക് ദേഷ്യം വന്നു. ഏത് ആൺകുട്ടിയെയും പോലെ തനിക്കും നന്നായി വെടിവെക്കാൻ കഴിയുമെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ അവൾ ഒരു ലോക്കൽ ഷൂട്ടിംഗ് ക്ലബ്ബിൽ ചേർന്നു. രസകരമായ കാര്യം എന്തെന്നാൽ അവൾ വിചാരിച്ചത് ശരിയായിരുന്നു. പുരുഷന്മാർ മാത്രം ആധിപത്യം സ്ഥാപിച്ചിരുന്ന ആ കായിക രംഗത്ത് വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുവാനുള്ള കഴിവും നിശ്ചയദാർഢ്യവും അവൾക്കുണ്ടായിരുന്നു. താമസിയാതെ പലതരം ഷൂട്ടിംഗ് മത്സരങ്ങളിൽ അവൾ മെഡലുകൾ നേടാൻ തുടങ്ങി. ഒരു ദിവസം അവൾ സുഹൃത്തുക്കളോടൊപ്പം കാർണിവലിന് പോയി. അവിടെ 12 വ്യത്യസ്ത ടാർഗറ്റുകളുള്ള ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. തോക്ക് ഉപയോഗിച്ച് ടാർഗറ്റിൽ കൊള്ളിച്ചാൽ ഒരു സമ്മാനം ലഭിക്കും. ലുഡ്മില 15 ബുള്ളറ്റുകൾക്ക് പണം നൽകി 12 ടാർഗറ്റുകളും വെടിവെച്ചിട്ടു. പിന്നീട് അവൾ പറഞ്ഞത്, ആ സ്ഥലം നടത്തിയിരുന്ന ആള് അത്ഭുതവും ഭയവും കാരണം വിളറിപ്പോയി. അയാൾ ഓരോ സമ്മാനമായി എടുത്ത് തൻ്റെ അടുത്ത് വെച്ചു. 12ാമത്തെ സമ്മാനം കൂടി തന്നപ്പോൾ എനിക്ക് അയാളോട് പാവം തോന്നി. ആ സമ്മാനങ്ങളെല്ലാം ഞാൻ തിരികെ നൽകി. കൗമാരപ്രായത്തിൽ അവൾ കീവ് ആഴ്സണൽ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവരവിടെ ആയുധങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ തോക്കുകളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൾ നേരിട്ട് പഠിക്കുകയായിരുന്നു. സമയം കഴിയുന്തോറും അവൾ തോക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു വിദഗ്ധയായി മാറി. അവളുടെ കഴിവുകൾ വളരെ വേഗം മെച്ചപ്പെട്ടു. പഠനം പൂർത്തിയാക്കാൻ ആഗ്രഹിച്ച ലുഡ്മില തന്റെ സമപ്രായക്കാരേക്കാൾ 1.5 വർഷം മുമ്പ് തന്നെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അക്കാലത്ത് ജോലിക്ക് വേണ്ടി പെൺകുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ പഠിത്തം നിർത്തുന്നത് സാധാരണമായിരുന്നു. എന്നാൽ കോളേജിൽ പോകണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഹൈസ്കൂൾ പാസ്സായ അവൾ തന്റെ 16-ാം വയസ്സിൽ അലക്സി പാവ്ലിച്ചെങ്കോ എന്ന ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു. അവർക്ക് റോസ്റ്റിസ്ലാവ് എന്നൊരു മകനുണ്ടായി. റഷ്യയിലെ പെൺകുട്ടികൾ നേരത്തെ തന്നെ വിവാഹം കഴിക്കാനും കുട്ടികളുണ്ടാകാനും അന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അതിനാൽ അതൊന്നും അത്ര വലിയ പുതുമയുള്ള കാര്യമായിരുന്നില്ല. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾ മുഴുവൻ സമയവും ജോലി ചെയ്യുന്നതിലും കുടുംബം നോക്കുന്നതിലും USSR അഭിമാനിച്ചിരുന്നു. സ്വന്തം കുട്ടികളെയും ഭർത്താവിനെയും മാത്രം നോക്കി വീട്ടിലിരിക്കുന്ന അമ്മമാരാകുന്നത് അവിടെ വളരെ അപൂർവമായിരുന്നു. ഒരു കുട്ടിയെ വളർത്താൻ ഒരു സമൂഹം മുഴുവൻ വേണമെന്ന ചിന്താഗതിയാണ് അവരിതിനെ സഹായിച്ചത്. എല്ലാവരും മാറി മാറി കമ്മ്യൂണിറ്റിയിലെ കുട്ടികളെ നോക്കിയിരുന്നു. രാജ്യം മുഴുവനാണ് ഒരു വ്യക്തിയുടെ കുടുംബത്തെക്കാൾ പ്രധാനമെന്ന കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ ഭാഗമായിരുന്നതല്ല. ലുഡ്മില പാവ്ലിച്ചെങ്കോ തന്റെ മകനെ വളർത്തുന്നതിലും ആഴ്സണൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിലും ഉപരിയായി ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ ആഗ്രഹിച്ചു. അവൾക്ക് നല്ല വിദ്യാഭ്യാസവും ഒരു കരിയറും വേണമായിരുന്നു. അലക്സിയും അവളും കുറച്ചു കാലം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിരുന്നുവെങ്കിലും ഇത് ഒടുവിൽ ഒരു വിവാഹമോചനത്തിലേക്ക് നയിച്ചു. വിവാഹമോചനത്തിന് ശേഷം ലുഡ്മില തന്റെ പുതിയ കുടുംബപ്പേരായ പാവ്ലിച്ചെങ്കോ എന്നത് തുടർന്നും ഉപയോഗിച്ചു.
അവൾ കീവ് യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി മേജറായി പഠിക്കുകയും ഒരു അധ്യാപികയാകാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു. യുദ്ധത്തിനു മുൻപ് ആർസണൽ ഫാക്ടറിയിലെ മാനേജ്മെന്റ് അവളെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സ്കൂളിലെ ഒരു സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തു. എന്നാൽ യുദ്ധകാര്യങ്ങളിൽ താല്പര്യമില്ലാത്തതിനാൽ അവൾ അത് നിരസിച്ചു. അവൾ തന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കാൻ പോവുകയായിരുന്നു. തുടർന്ന് മാസ്റ്റേഴ്സ് എടുക്കാനും അവൾ പ്ലാൻ ചെയ്തു. എന്നാൽ അവൾക്ക് തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുൻപ് നാസികൾ അവളുടെ സ്കൂൾ ബോംബിട്ടു. 1941 വേനൽക്കാലത്ത് ഓപ്പറേഷൻ ബാർബറോസ എന്ന പദ്ധതിയുമായി നാസികൾ സോവിയറ്റ് യൂണിയനിൽ ആക്രമണം നടത്തി. കീവ് യുദ്ധം അക്ഷരാർത്ഥത്തിൽ യുദ്ധത്തെ ലുഡ്മിലയുടെ വീട്ടുവാതിൽക്കൽ കൊണ്ടുവന്നു. നാസികൾ വടക്ക് നിന്നും തെക്ക് നിന്നും ആക്രമിച്ചു. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വളയലായി മാറി. ഈ നാസി ആക്രമണങ്ങളെക്കുറിച്ച് ലുഡ്മില പിന്നീട് പറഞ്ഞു, നിങ്ങൾക്ക് ചുറ്റും ബോംബുകൾ വീഴുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും സ്ത്രീകളെയും പെൺകുട്ടികളെയും ഹിറ്റ്ലറുടെ മൃഗങ്ങൾ ബലാത്സംഗം ചെയ്യുന്നതും കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാവുന്ന ധീരരായ നല്ല ആളുകളെ വഴിയരികിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കാണാനും സ്വന്തം സഖാക്കളുടെ കത്തിക്കരിഞ്ഞതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പീഡിപ്പിക്കപ്പെട്ടതുമായ ശരീരങ്ങൾ കാണുന്ന അനുഭവം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നാസികൾ കൊണ്ടുവന്ന മരണവും നാശവും കണ്ടതിന് ശേഷം കുറെ നാസികളെ കൊല്ലാൻ വേണ്ടി ഒരു അധ്യാപികയാകുക എന്ന തന്റെ സ്വപ്നം മാറ്റിവെക്കാൻ അവൾ തയ്യാറായിരുന്നു. സോവിയറ്റ് സൈന്യത്തിൽ ചേരുമ്പോൾ അവൾക്ക് 24 വയസ്സായിരുന്നു. എന്നാൽ ഒരു സ്ത്രീ ആയതിനാൽ ആദ്യം അവൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. 1941 പുരുഷന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഫാക്ടറികളിലെ അവരുടെ ജോലി ഏറ്റെടുക്കാനും വീട് നോക്കാനും സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. USSR പിന്നീട് 1942 കൂടുതൽ സ്ഥിരമായി സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആരും ആവശ്യപ്പെടാതെ തന്നെ സ്വയം മുന്നോട്ട് വന്ന ചുരുക്കം ചില വനിതകളിൽ ഒരാളായിരുന്നു പാവ്ലിചെങ്കോ. പുരുഷന്മാരെ ഉടൻ തന്നെ സൈന്യത്തിലേക്ക് എടുത്തിരുന്നു. എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് ശരിക്കും നാസികളോട് യുദ്ധം ചെയ്യുവാനും അവരെ കൊല്ലാനും കഴിയുമെന്ന് അവൾക്ക് തെളിയിക്കേണ്ടിയിരുന്നു. ഇതിന് അവർക്ക് സംശയമുണ്ടാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവളുടെ ഷൂട്ടിംഗ് മെഡലുകൾ അവൾ കൂടെ കരുതിയിരുന്നു. അവളുടെ കഴിവ് കണ്ടതിന് ശേഷം അവർ അവളെ സൈന്യത്തിൽ ചേരാൻ അനുവദിച്ചു. എന്നാൽ സ്വയം തെളിയിക്കാനുള്ള പരീക്ഷണങ്ങൾ അവിടെയൊന്നും തീർന്നിരുന്നില്ല. റഷ്യക്കാർ അവളെ ഒരു സ്നൈപ്പർ സ്കൂളിൽ പഠിക്കാൻ അയച്ചു. പിന്നീട് 1942 അതൊരു സമ്പൂർണ്ണ വനിതാ സ്നൈപ്പർ സ്കൂളായി മാറി. എന്നാൽ ലുഡ്മില പാവ്ലിചെങ്കോ വളരെ നേരത്തെ തന്നെ പോയതിനാൽ പുരുഷന്മാർ നിറഞ്ഞ ഒരു സ്കൂളിലാണ് അവൾക്ക് പഠിക്കേണ്ടി വന്നത്. ഓഫീസർമാർ അവളെ കളിയാക്കാൻ തുടങ്ങി. അവളുടെ ഇനിഷ്യേഷൻ സമയത്ത് തുറസായ സ്ഥലത്ത് നിൽക്കുന്ന 2 ജർമ്മൻ സൈനികരെ കൊല്ലണമെന്ന് അവളോട് പറഞ്ഞു. പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു സ്നൈപ്പർ ആകാൻ അവൾ അനുവദിക്കില്ല. അവൾക്ക് വീട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരും. ഒരാളോട് ഇത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരിയോട്, 2ാം ലോക മഹായുദ്ധ കാലത്ത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു. ഒരു ശരാശരി സ്നൈപ്പർക്ക് ഒരാളെ കൊല്ലാൻ തന്നെ ഒന്നിലധികം ബുള്ളറ്റുകൾ വേണ്ടിയിരുന്നു. മാത്രമല്ല, ഒരു സൈനികൻ വെടിയേറ്റ് വീഴുമ്പോൾ തന്നെ രണ്ടാമത്തെയാൾ ഉടൻ തന്നെ ഒളിക്കാനോ അല്ലെങ്കിൽ തിരികെ വെടിവെക്കാനോ ശ്രമിക്കും. ലുഡ്മില പാവ്ലിചെങ്കോ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്ന ആദ്യത്തെ സംഭവം ഇതായിരുന്നു. എന്നാൽ അവൾ പരാതിപ്പെട്ടില്ല. അവൾ ദീർഘമായി ശ്വാസമെടുത്ത് വളരെ ശാന്തമായി 2 നാസികളെയും തലയ്ക്ക് തന്നെ വെടിവെച്ചു കൊന്നു. അവളുടെ ലക്ഷ്യം കൃത്യമായിരുന്നു. എന്നാൽ അവൾ നിൽക്കുന്ന സ്ഥലം ശത്രുക്കൾക്ക് മനസ്സിലായി. ശത്രുക്കൾ അവളുടെ നേർക്ക് വെടിവെക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, എന്റെ ആദ്യത്തെ ഈ യഥാർത്ഥ പോരാട്ടത്തിൽ ഞാൻ ശരിക്കും ഭയപ്പെട്ടുപോയി എന്ന് സമ്മതിക്കണം. തിരികെ വെടിവെക്കാനും എന്നെ രക്ഷിക്കാനും ഞാൻ ഞങ്ങളുടെ മെഷീൻ ഗണ്ണർമാരെ വിളിക്കുമ്പോൾ ചൂടേറിയ ജർമ്മൻ വെടിയുണ്ടകൾ എന്റെ നേർക്ക് വരുന്നുണ്ടായിരുന്നു. ആ ദിവസം എത്ര ഭയാനകമായിരുന്നെങ്കിലും അവൾ ഔദ്യോഗികമായി ആ പരീക്ഷ പാസ്സായി. അവൾ റെഡ് ആർമിയിൽ ഒരു സ്നൈപ്പറായി മാറി. ഒഡേസ ഉപരോധം 1941 ഓഗസ്റ്റ് 8 മുതൽ ഒക്ടോബർ 16 വരെ നീണ്ടുനിന്നു. ഒഡേസ ഉപരോധം എന്ന് പറയുന്നത് നാസി ജർമ്മനിയുടെ പിന്തുണയോടെ റൊമേനിയൻ സൈന്യം സോവിയറ്റ് യൂണിയനിലെ ഒഡേസ നഗരം പിടിച്ചെടുക്കാൻ നടത്തിയ 73 ദിവസം നീണ്ടുനിന്ന ക്രൂരമായ സൈനിക ഉപരോധമാണ് ഒഡേസ ഉപരോധം. ഇത് നഗരത്തിലെ താൽക്കാലിക തകർച്ചയ്ക്കും 10,000-കണക്കിന് ജൂതന്മാരുടെ കൂട്ടക്കൊലയ്ക്കും കാരണമായി. ആ 2 മാസത്തെ പോരാട്ടത്തിനിടയിൽ നാസികൾക്കെതിരെ ലുഡ്മില പാവ്ലിചെങ്കോ 187 കില്ലുകൾ സ്ഥിരീകരിച്ചു. അക്കാലത്ത് സോവിയറ്റ് സ്നൈപ്പർമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് M91 എന്ന ഗണ്ണാണ്. അവരിൽ പലരും തങ്ങളുടെ തോക്കിന്റെ പിടിയിൽ കത്തി കൊണ്ടൊരു അടയാളം വരച്ചാണ് കൊന്നവരുടെ എണ്ണം കണക്കാക്കിയിരുന്നത്. പാവ്ലിചെങ്കോ ഒരു സ്നൈപ്പർ എന്ന നിലയിൽ ഇത്രയും വിജയിച്ചതിന്റെ പല കാരണങ്ങളിൽ ഒന്ന് നാസികളോടുള്ള അവളുടെ കടുത്ത വെറുപ്പായിരുന്നു. അവൾ അവരെ മനുഷ്യരായി പോലും കണ്ടിരുന്നില്ല. വെറുപ്പ് ഞങ്ങൾക്ക് ഒറ്റയടിക്ക് വന്നതല്ല. ഞങ്ങൾ സമാധാനം കാംക്ഷിക്കുന്നവരാണ്. വെറുക്കാൻ ഞങ്ങൾ പഠിക്കേണ്ടിയിരുന്നു. എന്നാൽ ഹിറ്റ്ലറുടെ മൃഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം ഞങ്ങൾക്കുള്ളിൽ കടുത്ത വെറുപ്പ് ഉയർന്നു വന്നു. ഇപ്പോൾ ഞങ്ങൾ ശത്രുവിനെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വെറുക്കുന്നു. ഒരു ദിവസം ലുഡ്മില പാവ്ലിചെങ്കോ ഇലകൾ കൊണ്ട് മൂടിയ ഒരു മരത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു ശത്രു സൈനികൻ അവൾ എവിടെയാണെന്ന് കണ്ടെത്തി മരത്തിലേക്ക് വെടിവെക്കാൻ തുടങ്ങി. താൻ പിടിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ അവൾ ജീവനുണ്ടായിരുന്നിട്ടും മനഃപൂർവ്വം താഴേക്ക് വീണു. നിലത്ത് വീണ ഉടനെ അവൾ മരിച്ചതായി അഭിനയിച്ച് അനങ്ങാതെ കിടന്നു. അവൾക്കു ചുറ്റും യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അവളുടെ സഖാക്കളുടെ മൃതദേഹങ്ങൾ അവളിൽ നിന്ന് കുറച്ച് അകലെയായി വീണു. ഒടുവിൽ എഴുന്നേറ്റ് ക്യാമ്പിലേക്ക് തിരികെ പോകാൻ അവൾ രാത്രി വരെ കാത്തിരുന്നു. അവളുടെ സഖാക്കൾ അവളെ കണ്ടപ്പോൾ ഒരു പ്രേതത്തെ കാണുന്നത് പോലെയാണ് നോക്കിയത്. ഈ സമയത്ത് എല്ലാവരും അവളെ ലേഡി ഡെത്ത് എന്ന് വിളിക്കാൻ തുടങ്ങി. മരണത്തെ മുഖാമുഖം കണ്ട ഈ അനുഭവം അവളെ കൂടുതൽ ശ്രദ്ധാലുവാക്കി. എല്ലാ തന്ത്രങ്ങളെക്കുറിച്ചും അവൾ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചു. നാസികളുടെ ശ്രദ്ധ തിരിക്കാൻ അവൾ പുതിയ തന്ത്രങ്ങൾ കണ്ടുപിടിച്ചു.
ഇതിൽ ചെടികളിൽ തിളക്കമുള്ള സ്കാർഫുകൾ കെട്ടിയിടുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. എന്നാൽ ഈ തന്ത്രങ്ങൾ കുറച്ചു തവണ ഉപയോഗിച്ചതിന് ശേഷം പുതിയതെന്തെങ്കിലും പരീക്ഷിക്കാനുള്ള സമയമായെന്ന് അവൾക്കറിയാമായിരുന്നു. അടുത്തത് സെവാസ്റ്റോപോൾ യുദ്ധമായിരുന്നു. അവിടെ അവൾ 70 സൈനികരെ കൂടി കൊന്നു. അവളുടെ മൊത്തം കിൽ കൗണ്ട് 257 ഉയർന്നു. പാവ്ലിച്ചെങ്കോയെ ഒരു കൗണ്ടർ സ്നൈപ്പറായി ആവശ്യമുണ്ടെന്ന് അവളുടെ മേലധികാരികൾക്ക് അറിയാമായിരുന്നു. അതായത് മറ്റ് സ്നൈപ്പർമാരെ ഇല്ലാതാക്കാൻ ഇവളെ നിയോഗിച്ചു. ഇത് സാധാരണ സൈനികരെ കൊല്ലുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഈ സമയത്ത് ഒരു കൗണ്ടർ സ്നൈപ്പർ എന്ന നിലയിൽ മറ്റ് സ്നൈപ്പർമാരെ വീഴ്ത്താൻ എത്ര സമയം എടുക്കുമോ അത്രയും നേരം അനങ്ങാതെ ഒളിയിടത്തിൽ തന്നെ നിൽക്കേണ്ടി വരും. ശരാശരി 15 മുതൽ 20 മണിക്കൂർ വരെ ശത്രു സ്നൈപ്പറെ കണ്ടെത്താനും കൊല്ലാനും അവൾക്ക് സമയം വേണ്ടി വന്നു. പാവ്ലിച്ചെങ്കോ പറഞ്ഞു, ജർമ്മൻകാർ ഉപയോഗിക്കാൻ ശ്രമിച്ച ഏറ്റവും സാധാരണമായ തന്ത്രങ്ങളിൽ ഒന്ന് വെയിലത്ത് തിളങ്ങുന്ന ഒരു ടിൻ ക്യാൻ എറിയുക എന്നതായിരുന്നു. അവൾ ക്യാനിന് നേരെ വെടിവെച്ചാൽ അത് അവൾ എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. മറ്റൊരു സാധാരണ തന്ത്രം കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച ജർമ്മൻ യൂണിഫോമിലുള്ള ഒരു ഡമ്മി ഉപയോഗിക്കുക എന്നതായിരുന്നു. ഒരു സൈനികൻ തനിക്കൊപ്പം ഒരു വളർത്തുപൂച്ചയെ കൊണ്ടുവരികയും അവൾക്ക് ഒരു തെറ്റായ സുരക്ഷാബോധം നൽകാൻ എന്ന വണ്ണം അതിന് തുറസായ സ്ഥലത്തേക്ക് എറിയുകയും ചെയ്തു. അവരുടെ തന്ത്രങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ വഴിയൊക്കെ ക്ലിയർ ആണെന്ന് കരുതി ആ സ്നൈപ്പർ എഴുന്നേൽക്കും. ആ നിമിഷമാണ് അവൾ അവനെ വെടിവെക്കുന്നത്. എന്നാൽ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ഒളിയിടത്തിൽ 3 ദിവസം വരെ അനങ്ങാതെ കിടക്കേണ്ടി വന്ന ഒരു ജർമ്മൻ സ്നൈപ്പറെങ്കിലും ഉണ്ടായിരുന്നു. ശത്രു സ്നൈപ്പർമാരുമായി അവൾ 36 തവണ നേർക്കുനേർ ഏറ്റുമുട്ടി. എന്നാൽ എല്ലാ തവണയും അവൾ തന്നെ വിജയിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം കൊല്ലപ്പെട്ട ഒരു പ്രത്യേക യുദ്ധമുണ്ടായിരുന്നു. എല്ലാവരും തുല്യ റാങ്കുകാരായതിനാൽ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മുമ്പോട്ട് വന്ന് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. എന്നാൽ പാവ്ലിച്ചെങ്കോ മുൻകൈ എടുക്കുകയും ഒരു പ്ലാനും അടുത്തതായി എന്ത് ചെയ്യണമെന്നും ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആദ്യം ചില പുരുഷന്മാർ അവളെ ശ്രദ്ധിക്കാൻ മടിച്ചു. അവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഭീരുക്കളെ, ഈ പെണ്ണിനെ നോക്കൂ. പാവ്ലിച്ചെങ്കോയ്ക്ക് ഒരു ആണിന്റെ ധൈര്യമുണ്ട്. ആ കമന്റ് അവരുടെ ഭയം മാറ്റാൻ പര്യാപ്തമായിരുന്നു. പുരുഷന്മാർ അവളോടൊപ്പം പോകാൻ സമ്മതിച്ചു. അവൾ കാരണം അവരെല്ലാവരും ജീവനോടെ തിരിച്ചെത്തി. എന്നാൽ യുദ്ധം ഇത്തരം വിജയകരമായ നിമിഷങ്ങൾ നിറഞ്ഞത് മാത്രമായിരുന്നില്ല. അവളുടെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ശരിക്കും ഭയാനകമായ കാര്യങ്ങൾ അവൾ കണ്ടു. ഒഡേസയ്ക്ക് തൊട്ട് പുറത്തുള്ള സൊഫ്കോവ്ക എന്ന പട്ടണം നാസികൾ പിടിച്ചെടുത്തതായിരുന്നു അത്തരമൊരു സംഭവം. റെഡ് ആർമി നഗരത്തെ പ്രതിരോധിക്കുന്നതിൽ വിജയിച്ചു. സൈനികർ സാധാരണക്കാരെ പരിശോധിക്കാനും ആവശ്യമുള്ളവർക്ക് വൈദ്യസഹായം നൽകാനും തുടങ്ങി. പ്രായമായ ആളുകൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ പ്രാദേശിക വൃദ്ധസദനത്തിലേക്ക് ഓടിയെത്തിയ സൈനികരിൽ ഒരാളായിരുന്നു ലുഡ്മില പാവ്ലിച്ചെങ്കോ. അതിനെപ്പറ്റി ലുഡ്മില പറഞ്ഞത് ഇങ്ങനെയാണ്: അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള ആളുകളെ മോചിപ്പിക്കാനാണ് ഞങ്ങൾ അകത്ത് കയറിയത്. എന്നാൽ 108 ആളുകളുടെ വെടിയേറ്റും പീഡിപ്പിക്കപ്പെട്ടും കഷ്ണങ്ങളാക്കിയതുമായ ശരീരങ്ങളാണ് ഞങ്ങൾ കണ്ടത്. 108 ആളുകൾ, അവരെല്ലാം വൃദ്ധരും രോഗികളുമായിരുന്നു. ആ ഹിപ്പോക്രാറ്റുകൾ എത്രത്തോളം അധപ്പതിച്ചവരാണെന്നാൽ ആ വൃദ്ധകളെയെല്ലാം അവർ ബലാത്സംഗം ചെയ്തു. കടന്നു പോകുന്ന ഓരോ നിമിഷവും പാവ്ലിച്ചെങ്കോ നാസികളെ കൊന്നൊടുക്കാനുള്ള കൂടുതൽ പ്രചോദനം കണ്ടെത്തുകയായിരുന്നു. ഒടുവിൽ അവൾ കൊന്നവരുടെ എണ്ണം 309 ഉയർന്നു. പാവ്ലിച്ചെങ്കോയെക്കുറിച്ചുള്ള കഥകൾ കൂടുതൽ ആളുകൾ പറയാൻ തുടങ്ങി. റെഡ് ആർമിയിൽ അവളുടെ റാങ്ക് ഉയർന്നു. അവൾ ഒരു ലെഫ്റ്റനന്റായി മാറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ലുഡ്മില പാവ്ലിച്ചെങ്കോ അവിടെയെങ്ങും പ്രശസ്തിയായി. അവൾ ശത്രുനിരയ്ക്ക് അപ്പുറത്തുണ്ടെന്ന് ജർമ്മൻകാർക്ക് അറിയാമെങ്കിൽ അവളെ 309 കഷ്ണങ്ങളാക്കുമെന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു. മറ്റു ചിലപ്പോൾ ജർമ്മൻകാർ അവൾക്ക് അവരുടെ ഭാഗത്തേക്ക് വന്നാൽ ചോക്ലേറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യും. എന്നാൽ ഇതൊന്നും അവളുടെ ധൈര്യം കെടുത്തിയില്ല. മറിച്ച് അത് അവളെ ചിരിപ്പിക്കുകയാണ് ചെയ്തത്. അവരവളെ പേരെടുത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ അവൾ ആരാണെന്ന് അവർക്കറിയാമെന്നും അവർ അവളെ ശരിക്കും ഭയപ്പെടുന്നുണ്ടെന്നും അവൾക്കറിയാമായിരുന്നു. ഒരു നാസിയെ കൊന്നു കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന തോന്നൽ ഒരു ഇരപിടിയൻ മൃഗത്തെ കൊന്ന ഒരു വേട്ടക്കാരന്റെ തോന്നലാണ്. എന്റെ ഓരോ വെടിയുണ്ടെയും ഒരു നാസിയെ വീഴ്ത്തുമ്പോൾ ഞാൻ ജീവനുകൾ രക്ഷിച്ചു എന്ന തോന്നലാണ് എനിക്കുണ്ടാകുന്നത്. പ്രണയത്തിലും യുദ്ധത്തിലും എല്ലാം ന്യായമാണെന്ന് അവർ പറയാറുണ്ട്. അവൾ സർജന്റ് മേജർ ലിയോണിഡ് കിച്ചെങ്കോ എന്ന സഹ സ്നൈപ്പറുമായി പ്രണയത്തിലായി. നിർഭാഗ്യവശാൽ ഈ മനുഷ്യനെക്കുറിച്ച് നമുക്ക് അധികമൊന്നും അറിയില്ല. കാരണം അവളുടെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ ചെറിയ പരാമർശങ്ങൾക്ക് പുറമെ ചുരുക്കം ചില രേഖകൾ മാത്രമേ ഉള്ളൂ. യുദ്ധസമയത്ത് അവർ വിവാഹിതരായി. എന്നാൽ ദുരന്തമെന്നോണം ഡ്യൂട്ടിക്കിടെ കിച്ചെങ്കോ കൊല്ലപ്പെട്ടു. പാവ്ലിച്ചെങ്കോയ്ക്കും യുദ്ധത്തിനിടെ 4 തവണ വെടിയേറ്റു. അവളുടെ ശരീരം ആസകലം ബോംബിന്റെ ചീളുകൾ തറച്ചു കയറിയിരുന്നു. എന്നിട്ടും അവൾ പോരാട്ടം തുടർന്നു. എന്നാൽ അവളുടെ ശരീരത്തിൽ ധാരാളം ചീളുകൾ കയറിയതിനാൽ അവളുടെ ആരോഗ്യം അതിവേഗം മോശമാവുകയും അവളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയെത്തി. അവളോടുള്ള ആദരസൂചകമായി അവളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി ഉക്രൈനിലെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. അവിടെ വെച്ച് അവൾ തന്റെ മകനുമായി വീണ്ടും ചേർന്നു. എന്നിരുന്നാലും തന്റെ പ്രിയപ്പെട്ട കിച്ചെങ്കോ ഇല്ലാത്തതിനാൽ അവളുടെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു. അവൾക്ക് സ്ഥിര താമസമാക്കാനോ സ്വന്തം ജീവിതം തുടങ്ങാനോ കഴിഞ്ഞില്ല. അവളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിച്ചിരുന്നില്ല. മറ്റൊരു രീതിയിൽ നാസികളോട് പോരാടാനുള്ള അവളുടെ അവസരം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങളോളം അമേരിക്ക 2ാം ലോകമഹായുദ്ധത്തിൽ ഇടപെടുന്നതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ 1941 ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചു.
അമേരിക്ക ജപ്പാൻകാരുടെ യുദ്ധം ചെയ്യാൻ സൈനികരെ അയച്ചു. എന്നാൽ കുറച്ച് വർഷത്തേക്ക് അവർ യൂറോപ്പിലേക്ക് ആരെയും അയച്ചില്ല. എന്നാൽ ഈ ഘട്ടത്തിൽ ജർമ്മനിയെ പരാജയപ്പെടുത്താൻ പടിഞ്ഞാറൻ യൂറോപ്പിലൂടെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കണമെന്ന് ജോസഫ് സ്റ്റാലിൻ ആഗ്രഹിച്ചു. ഇതിനായി അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ സഹായം തേടി. എന്നാൽ ജനാധിപത്യ രാജ്യമായ അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കടൽ കടന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിൽ പോയി തങ്ങളുടെ യുവാക്കളുടെ ജീവനും ബലിയർപ്പിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. റൂസ്വെൽറ്റ് യൂറോപ്പിലേക്ക് സൈന്യത്തെ അയക്കുന്നതിന് മുൻപ് അവർക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കുവാനായി ലുഡ്മില പാവ്ലിച്ചെങ്കോയെ ഒരു അമേരിക്കൻ പര്യടനത്തിന് കൊണ്ടുപോയി അവളുടെ കഥ ആളുകളോട് പറയുക എന്നതായിരുന്നു അവരുടെ തന്ത്രങ്ങളിൽ ഒന്ന്. റഷ്യയിൽ സ്ത്രീകൾ പോലും യുദ്ധം ചെയ്യുന്നത് കാണുന്നത് അമേരിക്കൻ പുരുഷന്മാരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുമെന്നും യുദ്ധത്തിന് പോകാൻ അവരെ പ്രേരിപ്പിക്കുമെന്നും റൂസ്വെൽറ്റ് വിശ്വസിച്ചു. ലുഡ്മില പാവ്ലിച്ചെങ്കോ 1942 അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു. എന്നാൽ അവളുടെ അത്ഭുതകരമായ നേട്ടങ്ങളെ ബഹുമാനിക്കുന്നതിന് പകരം അമേരിക്കൻ റിപ്പോർട്ടർമാർ വളരെ മോശമായാണ് പെരുമാറിയത്. എന്തുകൊണ്ടാണ് അവൾ മേക്കപ്പ് ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ മുടി സ്റ്റൈൽ ചെയ്യാത്തത് എന്ന് അവർ അവളോട് ചോദിച്ചു. ബോക്സി മിലിറ്ററി യൂണിഫോം ധരിക്കുമ്പോൾ തടിച്ചതായി തോന്നുന്നതിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് മറ്റൊരാൾ ചോദിച്ചു. ദി വാഷിംഗ്ടൺ പോസ്റ്റിലെ മാൽവിന ലിൻസ് എന്ന എഴുത്തുകാരി പാവ്ലിച്ചെങ്കോ യുദ്ധഭൂമിയിൽ മേക്കപ്പ് ധരിക്കണമായിരുന്നു എന്ന് വരെ എഴുതി. അവരുടെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഒരു യോദ്ധാവ് തന്റെ രൂപത്തിൽ അഭിമാനിക്കുന്നു എന്നത് സൈനിക തത്വശാസ്ത്രത്തിന്റെ ഭാഗമല്ലേ? ജോൻ ഓഫ് ആർക്കിനെ എപ്പോഴും മനോഹരവും തിളങ്ങുന്നതുമായ കവചത്തിൽ ചിത്രീകരിച്ചിട്ടില്ലേ? ഇത് കേൾക്കുമ്പോൾ പരിഹാസ്യമായി തോന്നാമെങ്കിലും നിങ്ങൾക്ക് നേരെ വെടിയുണ്ടകൾ വരുമ്പോൾ നിങ്ങളുടെ മൂക്കിൽ പൗഡർ ഇടാൻ സമയം കിട്ടില്ല എന്ന് അമേരിക്കൻ മാധ്യമങ്ങളോട് പാവ്ലിച്ചെങ്കോയ്ക്ക് പരസ്യമായി പറയേണ്ടി വന്നു. റൂസ്വെൽറ്റും ഈ പര്യടനത്തിൽ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവർ ഉള്ളിൽ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത്രയധികം സമ്മർദ്ദം അവളുടെ ചുമലിൽ വെച്ചതുകൊണ്ട് പാവ്ലിച്ചെങ്കോയ്ക്ക് അവളുടെ പ്രസംഗങ്ങൾക്കിടയിൽ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അതിനാൽ അവളെ സഹായിക്കാൻ ഒരു റഷ്യൻ വിവർത്തകൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രസംഗത്തിന് ശേഷം മിസ്സിസ് റൂസ്വെൽറ്റ് ലുഡ്മില പാവ്ലിച്ചെങ്കോയെ തന്റെ സംരക്ഷണയിലാക്കാൻ തീരുമാനിച്ചു. അവർ അവൾക്ക് പരസ്യമായി സംസാരിക്കുന്നതിനെക്കുറിച്ചും റിപ്പോർട്ടർമാരെയും അവരുടെ വിചിത്രമായ ചോദ്യങ്ങളെയും എങ്ങനെ അവഗണിക്കാമെന്നതിനെക്കുറിച്ചും ഉപദേശം നൽകി. പര്യടന വേളയിൽ അവർ മൊത്തം 43 വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തു. സമയം കടന്നുപോകും തോറും പാവ്ലിച്ചെങ്കോ ജനക്കൂട്ടത്തിന് മുന്നിൽ കൂടുതൽ കംഫർട്ടബിളായി. അവളുടെ പ്രചോദനാത്മകമായ കഥകൾ പറയുമ്പോൾ പുഞ്ചിരിക്കാനും ആത്മവിശ്വാസത്തോടെ നിൽക്കാനും അവർ പഠിച്ചു. റിപ്പോർട്ടർമാർ പരിഹാസരൂപേണ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മിടുക്കോടെ മറുപടി നൽകാൻ അവൾ തയ്യാറായിരുന്നു. റൂസ്വെൽറ്റിന്റെ ഭാര്യ എലീന റൂസ്വെൽറ്റും ലുഡ്മില പാവ്ലിച്ചെങ്കോയും അടുത്ത സുഹൃത്തുക്കളാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കില്ലെങ്കിലും അവർ വളരെ നല്ല സുഹൃത്തുക്കളായി മാറി. പരസ്പരം വിട പറയുമ്പോൾ അവർക്ക് വലിയ സങ്കടമായിരുന്നു. അമേരിക്കൻ പര്യടനത്തിന് ശേഷം പാവ്ലിച്ചെങ്കോ ഉക്രൈനിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങി. അവളുടെ ഫോട്ടോകളും ജീവിത കഥയുടെ ഭാഗങ്ങളും ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. അവൾ USSRലെ സ്ത്രീകളുടെ ഒരു ദേശീയ ചിഹ്നമായി മാറി. 1943 റഷ്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നൽകി രാജ്യം അവളെ ആദരിച്ചു. ലുഡ്മില പാവ്ലിച്ചെങ്കോ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട വനിതാ ഗണ്ണർമാരിൽ ഒരാളാണെങ്കിലും റെഡ് ആർമിയുടെ ഏക നായിക അവൾ മാത്രമായിരുന്നില്ല. നീന ഒലിവാന എന്നൊരു വനിത മെഷീൻ ഗൺ കൈകാര്യം ചെയ്യാൻ ഫാക്ടറിയിലെ ജോലി ഉപേക്ഷിച്ചു. ആങ്കർ ദി മെഷീൻ ഗണ്ണർ എന്നാണ് അവർ അറിയപ്പെട്ടത്. വലിയ വിജയങ്ങൾ നേടിയെങ്കിലും യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ കൊല്ലപ്പെടുകയും മരണാനന്തരം ഹീറോ ഓഫ് ദി സോവിയറ്റ് യൂണിയൻ എന്ന മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു. റോസ ഷാനിന എന്ന പേരിൽ കഴിവുറ്റ മറ്റൊരു വനിതാ സ്നൈപ്പറും ഉണ്ടായിരുന്നു. ദി അൺസീൻ ടെറർ ഓഫ് റഷ്യ എന്നായിരുന്നു അവരുടെ വിളിപ്പേര്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ശീതയുദ്ധം ആരംഭിച്ചു. സോവിയറ്റുകൾ പിന്നീട് അമേരിക്കക്കാരുടെ സുഹൃത്തുക്കളായിരുന്നില്ല. അവളെ കണ്ടുമുട്ടി 15 വർഷത്തിന് ശേഷം ലുഡ്മില പാവ്ലിച്ചെങ്കോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് എലീന റൂസ്വെൽറ്റിന് ചിന്തിക്കാതിരിക്കാനായില്ല. പര്യടന വേളയിൽ അവർ പ്രിയ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഇരുമ്പ് മറയ്ക്ക് പിന്നിൽ നിന്ന് അവളെ ബന്ധപ്പെടാൻ അവർക്ക് വഴിയില്ലായിരുന്നു. മിസ്സിസ് റൂസ്വെൽറ്റ് സോവിയറ്റ് യൂണിയനിലേക്ക് യാത്ര ചെയ്തു. എന്നാൽ തീർച്ചയായും ഗവൺമെന്റിൽ നിന്ന് അവർക്ക് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. പാവ്ലിച്ചെങ്കോ യഥാർത്ഥത്തിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എലീന റൂസ്വെൽറ്റ് ഒടുവിൽ അവളെ കണ്ടെത്തിയപ്പോൾ പാവ്ലിച്ചെങ്കോ തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങുകയും പുതുതായി പുനർനിർമ്മിച്ച കീവ് യൂണിവേഴ്സിറ്റിയിൽ തന്റെ പഠനം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അവൾ ചരിത്രത്തിൽ മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി. ഒരു അധ്യാപികയാകുന്നതിന് പകരം സോവിയറ്റ് നാവികസേനയിൽ ഒരു റിസർച്ച് സ്പെഷ്യലിസ്റ്റ് എന്ന കൂടുതൽ പ്രശസ്തമായ ജോലി അവൾക്ക് ലഭിച്ചു. അവൾ വീണ്ടും വിവാഹിതയാകുകയും സന്തോഷകരവും സുഖപ്രദവുമായ ജീവിതം നയിക്കുകയുമായിരുന്നു. ലുഡ്മില പാവ്ലിച്ചെങ്കോ തന്റെ 58-ാം വയസ്സിൽ 1974 അന്തരിച്ചു. എന്നാൽ അവളുടെ ധീരതയുടെ കഥ ഇന്നും നിലനിൽക്കുന്നു. അവളുടെ കഥയെ അടിസ്ഥാനമാക്കി 2015 ദി ബാറ്റിൽ ഫോർ സോവസ്റ്റോപോൾ എന്ന പേരിൽ ഒരു റഷ്യൻ സിനിമ ഇറങ്ങിയിരുന്നു. ഇന്നുവരെ മറ്റൊരു സ്ത്രീക്കും അവളുടെ 309 കില്ലുകൾ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അവളെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച വനിതാ സ്നൈപ്പറായി ഉറപ്പിച്ചു നിർത്തുന്നു.